ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. അങ്ങനെ നമ്മൾ കുറച്ച് കാലം മുമ്പ് കണ്ട പുതിയ കിയയുടെ സോണറ്റ് ഫേസ് ലിഫ്റ്റ് അവരെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ്. ആദ്യം തന്നെ ഇതിൻ്റെ ചെറിയൊരു ബ്രീഫ് പറയുകയാണെങ്കിൽ, ഞാൻ പ്രൈസ് കാണിച്ചു തരാം കേട്ടോ, പ്രൈസ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. പക്ഷേ അതിനു മുമ്പ് ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാനാണെങ്കിൽ, ഈ വണ്ടിയിൽ ഇഷ്ടംപോലെ വേരിയൻസ് ഉണ്ട്. HT ഈ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അത് നമുക്ക് മാക്സിമം എക്സ് ലൈൻ വരെ പോകുന്നുണ്ട്. ഇപ്പോൾ എക്സ് ലൈൻ ഒരു എന്താ പറയുന്നത്, ഒരു സ്പെഷ്യൽ എഡിഷൻ മോഡൽ പോലെയല്ല, ഒരു വേരിയൻറ്റ് പോലെ തന്നെ ആക്കി. പണ്ടൊക്കെ എക്സ് ലൈൻ കിയയുടെ സ്പെഷ്യൽ എഡിഷൻ മോഡൽ പോലെ അവർ കൊടുക്കുന്നതായിരുന്നു. പക്ഷേ ഈ അടുത്തിപ്പം സോണറ്റ് ഫേസ് ലിഫ്റ്റും സെൽറ്റോസ് ഫേസ് ലിഫ്റ്റും ഇറക്കിയപ്പം ഒരു സ്പെസിഫിക് വേരിയൻറ്റ് പോലെ തന്നെയാണ് അവർ എക്സ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് എക്സ് ലൈൻ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് വേറൊരു സംഭവം. പിന്നെ ഇതിൻ്റെ 3 എഞ്ചിൻ ഓപ്ഷൻസ്, ആക്ച്വലി നമുക്ക് ഇതിനകത്ത് ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ്, ഒരുപാട് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. 83 PS പവർ, 113.8 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു 1 ലിറ്റർ TGDI ടർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അത് 120 PS പവറും 172 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 1.5 ലിറ്റർ കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനാണ്. വേരിയബിൾ ജോമെട്രി ടർബോ ചാർജറോട് കൂടിയാണ് വരുന്നത്. 115 bhp ആൻഡ് 250 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഈ 1.2 NA പെട്രോൾ ആകെപ്പാടെ നമുക്ക് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാകെ ബേസിക് 3 വേരിയൻസ്, HT, HTK പ്ലസ്, ഈ 3 വേരിയൻസിൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ IMTയിലും അതുപോലെ തന്നെ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, IMT ട്രാൻസ്മിഷൻ നമുക്ക് HTK പ്ലസ് വേരിയൻറ്റ് പോലെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഒരുപാട് മുകളിലേക്ക് പോകണമെന്നില്ല 1 ലിറ്റർ ടർബോ എടുക്കാൻ. പിന്നെ ഡീസലിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, നമുക്കത് 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് IMT ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. ആൻഡ് ഡീസൽ നമുക്ക് ബേസ് മോഡൽ മുതൽ, അതായത് HT വേരിയൻറ്റ് മുതൽ ടോപ്പ് ആൻഡ് എക്സ് ലൈൻ വേരിയൻറ്റ് വരെ അവൈലബിൾ ആണ്. എഗെയിൻ അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് അതുപോലെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഇക്കാര്യത്തിലൊക്കെ ഒരു ഐഡിയ കിട്ടി കാണും. ഇനി നമുക്കിതിൻ്റെ പ്രൈസിങ്ങിലേക്ക് കടക്കാം. ഇതിൻ്റെ 1.2 പെട്രോൾ മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7.99 ലാക്സിൽ നിന്നാണ്. 9.89 ലാക്സ് വരെയാണ് അതിൻ്റെ പ്രൈസ് മാക്സിമം പോകുന്നത്. HTK പ്ലസ് വേരിയൻറ്റിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രൈസിംഗ് ആണ് എന്ന് പറയും. പിന്നെ ഈ 9.89 ലാക്സ് എന്ന് പറയുമ്പം അത് നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ 12 ലാക്സിനടുത്ത് അല്ലെങ്കിൽ 11.5 ലാക്സിനടുത്ത് പോകും. അത്രയും പ്രൈസിൽ നിങ്ങൾ ഈ 1.2 പെട്രോൾ എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഈ ഒരു വേരിയൻ്റ് ആണ് എല്ലാ പ്രാവശ്യവും കൂടുതൽ വിറ്റ് പോകുന്നത്. KK കൂടുതൽ സെയിൽസ് കിട്ടുന്നതും ഈ മോഡൽ തന്നെയാണ്. ആൾക്കാരങ്ങനെ എഞ്ചിൻ ഓപ്ഷൻസ് ഒന്നും വലിയ രീതിയിൽ നോക്കില്ലല്ലോ, ജസ്റ്റ് ഫീച്ചേഴ്സ് നോക്കും, പിന്നെ പ്രൈസ് നോക്കും. കുഴപ്പമില്ലാത്തൊരു പ്രൈസിൽ അവർക്കിത് കിട്ടുന്നുണ്ട്, സപ്പോർട്ട് SUV കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഇത് ചാടിക്കയറി എടുക്കുകയും ചെയ്യും. ഇനി 1 ലിറ്റർ ടർബോയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ, HTK പ്ലസ്സിലാണ് IMT സ്റ്റാർട്ട് ചെയ്യുന്നത്. 10.49 ലാക്സ് ആണ് അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. HTX പ്ലസ് വരെയാണ് നമുക്കിതിൻ്റെ IMTയുടെ പ്രൈസ് മാക്സിമം പോകുന്നത്. 13.39 ലാക്സ് ആണ് അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. 7 സ്പീഡ് DCT HTX വേരിയൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എക്സ് ലൈൻ വരെ മാക്സിമം പോകുന്നുണ്ട്. 12.29 ലാക്സ് വരെയാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മാക്സിമം നോക്കുകയാണെങ്കിൽ എക്സ് ലൈൻ ഉണ്ട്. അത് 14.69 ലാക്സ് വരെയാണ് മാക്സിമം പ്രൈസ് പോകുന്നത് നമ്മുടെ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കിൽ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എഞ്ചിൻ ഓപ്ഷനാണ് 1.5 ലിറ്റർ ഡീസൽ. അത് നമുക്ക് HT വേരിയൻറ്റ് പോലെ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ്. 9.79 ലാക്സ് ആണ് അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. അതായത് നമ്മൾ ഏറ്റവും ബേസിക് മോഡൽ കിട്ടുന്ന മറ്റേ 1.2 പെട്രോളിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1.8 ലാക്സോളം നിങ്ങൾ ഡീസലിന് അഡീഷണൽ കൊടുക്കേണ്ടതായിട്ട് വരും. മാനുവലിൽ ഡീസലിൻ്റെ പ്രൈസ് മാക്സിമം പോകുന്നത് നമ്മുടെ HTX പ്ലസ് വേരിയൻറ്റിലാണ്. അത് 13.69 ലാക്സ് ആണ്. ഇനി IMT നോക്കുകയാണെങ്കിൽ 2 വേരിയൻസിൽ IMT ഉള്ളൂ, HTXലും HTX പ്ലസിലും. 12.59 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 14.39 ലാക്സ് വരെയാണ് അത് പോകുന്നത്. പണ്ട് നമുക്ക് ഡീസലിൽ IMT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ടിംഗ് റേഞ്ച് പോലെ. ഇപ്പോൾ പക്ഷേ എന്തായാലും അവർ ഫൈനലി മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസ് കമ്പാരിറ്റീവ്ലി പണ്ടത്തേക്കാൾ ഇത്തിരി കൂടെ താഴെ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ഫേസ് ലിഫ്റ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രൈസ് എന്തായാലും കൂടും. ഇനി 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്, അതിൻ്റെ പ്രൈസ് നമുക്ക് HTX മോഡലാണ് കിട്ടുന്നത്. എക്സ് ലൈൻ വരെ ഉണ്ട്. 12.99 ലാക്സ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 15.69 ലാക്സ് വരെയാണ് അതിന് മാക്സിമം പ്രൈസ് പോകുന്നത്. അതായത് നമ്മൾ സോണറ്റിൻ്റെ റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മാക്സിമം പ്രൈസ് പോകുന്നത് 15.69 ലാക്സ് വരെയാണ്. ആൻഡ് അത് നമ്മുടെ ഈ ഡീസൽ ഓട്ടോമാറ്റിക്കിനാണ്, എക്സ് ലൈൻ മോഡലിനാണ് ഈ ഒരു സംഭവം പോകുന്നത്. എന്ന് വെച്ചാൽ 14.69 പെട്രോളിൻ്റെ എക്സ് ലൈൻ ടോപ്പ് എൻഡ്, ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് ഡീസൽ ടോപ്പ് എൻഡിന് 15.69, 1 ലാക്കിന് ഡിഫറൻസ് ആണ് അവിടെ പ്രൈസിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസിങ് നമ്മളിപ്പം മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ
ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് റൈവലായിട്ടുള്ള നെക്സോണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നെക്സോണിൻ്റെ പെട്രോളിൻ്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് പോകുന്ന 14.5 ലാക്സിന് അടുത്ത് വരെയൊക്കെയാണ്. ആൻഡ് നമ്മളിപ്പോൾ അതല്ലാണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അതും ഏകദേശം 15.5 ലാക്സ് വരെയൊക്കെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെക്സോണിൻ്റെ ഇത്തിരി ചീപ്പായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കൊക്കെ കിട്ടുന്ന വളരെ ബേസിക് ആയിട്ടുള്ള AMT ഓട്ടോമാറ്റിക് ആണ്. ഏത് ഡീസലിൽ, പെട്രോളല്ല. പെട്രോൾ ഇപ്പോൾ നമുക്ക് DCT ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പണ്ട് നെക്സോണിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കും AMT ആയിരുന്നു. പക്ഷേ എന്തായാലും ഫൈനലി ഫേസ് ലിഫ്റ്റിൽ അവർ അത് ക്ലിയർ ചെയ്തു. ഡീസൽ ഓട്ടോമാറ്റിക് മാത്രമാണ് ഇപ്പം AMTയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്കാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 6 സ്പീഡ് ടോക്കൺ കൺവെർട്ടർ ഓട്ടോമാറ്റിക് സോണറ്റിലുണ്ട്. അതൊരു ബെറ്റർ ഓപ്ഷനാണ്. പെട്രോളാണ് നോക്കുന്നതെങ്കിൽ നെക്സോണിൻ്റെ DCT ഓട്ടോമാറ്റിക് കുഴപ്പമില്ല. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഷിഫ്റ്റ് അത്ര ഫാസ്റ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെറ്റ് ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് സോണറ്റിൽ വരുന്ന ഡ്രൈ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഹ്യുണ്ടായുടെ മൊത്തത്തിലുള്ള ഒരു ട്യൂണിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തിരി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ട്യൂണിങ്, അതായത് ഭയങ്കര അഗ്രസീവ് ഷിഫ്റ്റ് ആയിരിക്കില്ല. ഗിയർ ബോക്സ് പ്രിസർവ് ചെയ്യാനായിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ ടാറ്റയുടെ വെറ്റ് ക്ലച്ചിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് നമുക്കവിടെ കിട്ടും. പിന്നെ ടാറ്റയ്ക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വെറ്റ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ അതിൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇത്രയും കാലമായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് നെക്സോണിൽ വരുന്നതിന് മുമ്പ് അവരൊരു ഒന്നര വർഷം മുമ്പ് അൾട്രോസിലൊക്കെ കൊടുത്തതാണ് DCA എന്നുള്ള പേരിൽ. DCA തന്നെയാണ് നെക്സോണിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെയും പേര്. അതുകൊണ്ട് തന്നെ അത് റിലയബിലിറ്റിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലമായിട്ട് പ്രത്യേകിച്ച് ഭയങ്കര മേജർ ആയിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗിയർ ബോക്സ് ഫോണോ ടൈപ്പ് ഒന്നും ഇഷ്യൂസോ ഒന്നും ആരും പറയാത്തുണ്ട്. എന്തായാലും ഡ്രൈ ക്ലച്ച് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ടാറ്റയ്ക്ക് പണി കിട്ടിയേനെ. വെറ്റ് ക്ലച്ച് ആയതുകൊണ്ട് അത് നന്നായി. ഇനി ഈ സോണറ്റിൻ്റെ പ്രൈസിങ്ങിലുള്ള എൻ്റെ അഭിപ്രായം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞു വരുമ്പം സബ്ഫോമീറ്റർ വണ്ടികളെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയെന്ന് പറയേണ്ടി വരും. അതിപ്പോൾ ഈ വണ്ടി മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. ഈ സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. നെക്സോണും സോണറ്റും ആണ് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ഒരുപാട് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ XUV 300 ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെയും പ്രൈസ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നില്ലെങ്കിലും എന്തായാലും ഏകദേശം ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും. അതിന് ഇത്രയും ഫീച്ചേഴ്സ് അല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു റേഞ്ചിലേക്ക് വരാൻ പറ്റില്ല. നെക്സോണും സോണറ്റും ഇപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമ്മിലിടിച്ചുകൊണ്ടിരിക്കുന്നത്. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നെക്സോൺ അത്യാവശ്യം ബെറ്ററാണ്. നമുക്ക് സോണറ്റിൽ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. നെക്സോണിൽ വരുന്ന രണ്ടും ടർബോ ആണ്. അതിപ്പോൾ ഡീസലായാലും പെട്രോൾ ആയാലും. പിന്നെ നെക്സോണിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് ഇതിനേക്കാൾ ഒരു 20,000 രൂപ കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ അവിടെ നമുക്കൊരു ടർബോ പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്. കാര്യം നെക്സോണിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിൻ അത്ര നല്ലതല്ല എന്നെല്ലാവരും പറയുമെങ്കിലും ഈ വണ്ടിയുടെ 1.2 NA പെട്രോൾ വെച്ച് നോക്കുമ്പം അത് കുറച്ചുകൂടെ ബെറ്ററാണ് പവറിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ബേസ് മോഡലാണ് സോണറ്റിനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നെക്സോൺ നോക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതേസമയം ടോപ്പ് എൻഡിലേക്ക് വരുമ്പം 1 ലിറ്റർ ടർബോ അതുപോലെ നെക്സോണിൻ്റെ 1.2 ടർബോ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഹ്യുണ്ടായി ഗ്രൂപ്പിന് 1 ലിറ്റർ ടർബോ ആണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിൽക്കുന്നത്. ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ പവറിൻ്റെ കാര്യത്തിലൊക്കെ ഇതാണ് കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടെ നല്ലത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സോണറ്റിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ X ലൈനൊക്കെയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ സെൽറ്റോസിൻ്റെയോ അല്ലെങ്കിൽ ക്രെറ്റയുടെയോ അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിൽ വരുന്നത് നമുക്ക് എപ്പർഫോമീറ്റർ കോമ്പാക്ട് SUVs വേറെ അവൈലബിൾ ആണല്ലോ. അതിൻ്റെയൊക്കെ ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ നടുവിൽ നിൽക്കുന്ന വേരിയൻസ് ഒക്കെ വേണമെങ്കിൽ നോക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് അതും കൂടെ ട്രൈ ചെയ്തിട്ട് ഇതിലേക്ക് വരാം. ഇനിയിപ്പോൾ സ്പേസിൻ്റെ ഒക്കെ ഇഷ്യൂ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ വണ്ടി എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ചിലർക്ക് പാർക്കിങ്ങിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തായാലും ഇതാണ് പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ പ്രൈസിങ്ങിൻ്റെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.